എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നിങ്ങൾ കർത്താവിനെ അനുഗമിക്കണം. ഈ ഫുൾട്ടൻ ശിഷ്യം പറയുന്നൊരു വലിയ സംഭവമുണ്ട്. അതായത് ഈ ഇങ്ങനെ വരുന്ന സംഭവം, അത് ഒരാൾക്ക് ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ, വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ചെയ്യേണ്ട കാര്യം, ആളുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ ബന്ധനം അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ചെയ്യേണ്ട കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തലപ്രവർത്തനം 12-ാം അധ്യായം വെച്ചോണ്ടാണ് പറയുന്നത്. പറഞ്ഞു ഹല്ലേലൂയ. അവിടെ പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ അവിടെ പോയി ദൈവദൂതൻ ചെന്നിട്ട് അവൻ തട്ടി ഉണർത്തി അവനെ രക്ഷിക്കുന്ന സംഭവമുണ്ട്. അച്ഛൻ വായിക്കാൻ പോകുന്നത് അപ്പോസ്തലപ്രവർത്തനം 12-ാം അധ്യായത്തിൻ്റെ 6 മുതൽ. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെരോദോസ് ഉദ്ദേശിച്ച തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകൾ ബന്ധിതനായി 2 പടയാളികൾ മധ്യ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗ്രഹവാതിക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിൻ്റെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി അവനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്കൊരു ദർശനം ഉണ്ടായതാണെന്ന് അവൻ കരുതിയുള്ളൂ. അവൻ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി അത് അവർക്കായി സ്വയം തുറന്നു. ഹല്ലേലൂയ. ഇവിടെ ഈ ബന്ധനം അഴിച്ചു കഴിയുമ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങല അഴിഞ്ഞു വീണു, കാലുകളിൽ നിന്ന് ചങ്ങല കഴിഞ്ഞു വീണു. അവൻ്റെ ജയിലിന് വാതിൽ തുറന്നിട്ട് ഒറ്റ വാക്ക പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അത് ബന്ധനം അഴിഞ്ഞു പോകുന്ന ഒരു വ്യക്തി പിന്നെ ആരെ അനുഗമിക്കണം? കർത്താവിനെ അനുഗമിക്കണം, പുറകിലായിരിക്കണം. അപ്പോൾ അതിവിടെ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുക എന്ന് പറയുക. അപ്പോൾ അത് പറഞ്ഞു, ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ എന്നോട് പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക, എൻ്റെ പിന്നാലെ വരിക. ഈശോ പത്രോസിന്റെ അത്ഭുതം നമുക്കറിയില്ല. അതായത് മത്സ്യബന്ധനം വലിയൊരു അത്ഭുതം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈശോ നീ എൻ്റെ പിന്നാലെ വരും, ഫോളോ മീ. ഇതാണ് പ്രശ്നം. അത് ഡെലിവറൻസ് കിട്ടുന്ന ഒരു വ്യക്തി ആ നിമിഷം മുതൽ, കൃപ കിട്ടുന്ന വ്യക്തി ആ നിമിഷം മുതൽ ഈശോയുടെ പിന്നാലെ പോയിക്കണം. ഈശോയുടെ പിന്നാലെ പോകണം. അവിടെ മാറിയാൽ വലിയ അപകടങ്ങൾ പോയി വീഴും.